PM അബ്ദുല്ലാഹി മാസ്റ്റർ കൊടിയത്തൂർ. മുർത്തദ്ദിനെ കൊല്ലണം എന്ന വിശ്വാസവും വാദവും ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബ്ദുറഹിമാൻ സാഹിബ് എഴുതിയത്, ഇസ്ലാം യുക്തിവാദവും എന്ന പുസ്തകത്തിൽ എഴുതിയത്, ഒരാൾ ഇസ്ലാം ആകുന്നത് തന്നെ പിന്നീട് ഒരിക്കൽ രാജിവെക്കാൻ ആഗ്രഹിച്ചാൽ അത് അനുവദിക്കപ്പെടുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് എന്നാണ് ന്യായം പറഞ്ഞിട്ടുള്ളത്. ഈ ന്യായവാദം ഹിസ്ബുൽ മുജാഹിദീൻ പുലർത്തുന്നുണ്ടോ? ഒരു മുർത്തദിനെ കൊല്ലുക എന്ന ചർച്ചയിലാണ് നമ്മുടെ ഈ വിഷയങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുർത്തദിന്റെ വിഷയത്തിലുള്ള നിലപാട് വിവാദങ്ങളും വസ്തുതകളും എന്ന ടൈറ്റിലിൽ നടക്കുന്ന ഒരു ചർച്ചയല്ല ഇത്. ഭീകരവാദം, തീവ്രവാദം, ഇസ്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുർത്തദിനെ കൊല്ലണമോ അതല്ല, ആ മുർത്തദിന്റെ കാര്യത്തിൽ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഇസ്ലാമിക പ്രമാണബദ്ധമായി ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നിടത്ത് ആ നാടിന്റെ ഭരണാധികാരികൾ ആ നാട്ടിൽ നിയമം നടപ്പാക്കുന്നതിനനുസൃതമായി സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക നിയമ ഭാഗത്തിൽ വിശദീകരിക്കപ്പെട്ടതാണ്. ഒരു മുർത്തദിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്, ആ നിലപാട് സ്വീകരിക്കുമ്പോൾ എപ്പോഴാണ് അവൻ മുർത്തദ്ദാകുന്നത്, അങ്ങനെ ഒരാൾ മുർത്തദ്ദായി കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ത്, ഏത് അളവിലാണ് അവനെ മുർത്തദ്ദായി പ്രഖ്യാപിക്കപ്പെടുക, ഇത്യാദിയുള്ള മുഴുവൻ വിഷയങ്ങളും ഇസ്ലാമിക ഗവൺമെന്റ് കൃത്യമായി അതിന്റേതായ നിയമവസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുകയും അത്തരത്തിൽ മുർത്തദ്ദായ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് അവിടുത്തെ നിയമം, അവിടുത്തെ ഭരണകൂടം തീരുമാനിക്കുകയും ചെയ്യുക എന്ന നിലപാട് അത് കൃത്യമാണ്, വ്യക്തമാണ്. ആ രൂപത്തിൽ ഇസ്ലാമികമായി പ്രമാണബദ്ധമായി വിശദീകരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട് എങ്കിൽ അതല്ല ഇവിടെ ചർച്ചാ വിഷയമാക്കിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ, അയാളെ തൂക്കിലേറ്റണമോ അതോ ജീവപര്യന്തം ശിക്ഷിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഗവൺമെന്റിനുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച ഒരാളുടെ കാര്യത്തിൽ അയാളെ തൂക്കിലേറ്റണമെന്ന് തീരുമാനിച്ചാൽ അത് ഇന്ത്യൻ ഭീകരവാദമാണ്, ഇന്ത്യൻ തീവ്രവാദമാണ് എന്ന് ഒരാളും വാദിക്കുകയില്ല. അത് ഇന്ത്യ രാജ്യത്ത് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ എടുക്കുന്ന തീരുമാനം ഇന്ത്യയുടെ നിയമമനുസരിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തുകയാണ്. അതിനെ ഭീകരവാദമെന്നോ തീവ്രവാദമെന്നോ ലോകത്താരും വിശേഷിപ്പിച്ചിട്ടില്ല. ഒരു നാട്ടിൽ, ആ നാട്ടിൽ നിലനിൽക്കുന്ന നിയമസംഹിതയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനം ഭീകരവാദമല്ല, തീവ്രവാദമല്ല. നേരെ മറിച്ച് ആ നാടിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. അതിനാണ് നിയമങ്ങളുള്ളത്, അതിനാണ് കോടതികൾ സ്ഥാപിക്കപ്പെട്ടത്, അതിനാണ് നിയമവ്യവസ്ഥകളുള്ളത്. ആ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുകയും ആ നിയമവ്യവസ്ഥ നടപ്പാക്കുന്നതിൽ മറ്റുള്ളവർ സഹകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു നാടിന്റെ സുരക്ഷിതത്വത്തിനും ഒരു നാടിന്റെ നിലനിൽപ്പിനും ആവശ്യമാണെന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്നിടത്ത് ആ നാടിന്റേതായ നിയമങ്ങൾ ഉണ്ടാകും, ആ ഭരണകൂടത്തിന്റേതായ നിയമങ്ങൾ ഉണ്ടാകും. ആ നിയമങ്ങൾ അതിനനുസൃതമായ രൂപത്തിൽ ഏൽപ്പിക്കപ്പെട്ട, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ നടപ്പിലാക്കും. അത്തരത്തിലുള്ള നിലപാടുകൾ ചർവണം ചെയ്യുന്ന ഒരു യോഗമല്ല ഇത്. നേരെ മറിച്ച് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും മുഖങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ അടിവേരുകളെക്കുറിച്ചും അന്വേഷിക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അനസ് മൗലവി ഓർമ്മിപ്പിച്ചതുപോലെ വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ ഈ ചർച്ചയെ സജീവമാക്കാൻ അത് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം.